ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ കുംഭകോണം കടപ്പക്കറിയാണ് ചെയ്യുന്നത്. ദോശയ്ക്കും ഇഡ്ഡലിക്കും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാനായിട്ട് പറ്റിയ ഒരു സൂപ്പറായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിനായിട്ട് നമ്മുടെ ചെറുപയർ പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു അരക്കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ പായസം വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന പരിപ്പാണ് ചെറുപയർ പരിപ്പ്. അതെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ നന്നായിട്ടൊന്ന് കഴുകിയൊക്കെ എടുത്ത് വെക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു അരക്കപ്പ് തേങ്ങ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 4 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു 4 പീസ് നമ്മുടെ അണ്ടിപ്പരിപ്പ് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം എങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ നമ്മളെ പൊട്ടുകടല ഉണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണോളം പൊട്ടുകടല ചേർത്താലും മതി അണ്ടിപ്പരിപ്പിന് പകരമായിട്ട്. പിന്നെ ഞാൻ ഒരു അല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല നിങ്ങളുടെ കയ്യിൽ പെരിഞ്ജീരകം ഉണ്ടെങ്കിൽ പെരിഞ്ജീരകമാണെങ്കിലും മതി. ഇത് ഇത്രയും നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട്. ഇവിടെ നമുക്കിന്ന് ഒരു 2 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു സവാള നമുക്ക് അരിഞ്ഞിട്ട് നമുക്കിത് വഴറ്റാനായിട്ട് എടുക്കാമേ. അപ്പോൾ നമ്മൾ ഒരു 2 സവാള നമ്മൾ എന്തായാലും എടുക്കണം. ഒരു സവാള എടുക്കണം, 2 സവാള എടുത്തിട്ടുള്ള ചെയ്യാനുണ്ട്. അപ്പോഴേ നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് പട്ട, അതുപോലെ തന്നെ നമ്മുടെ വയനയില, അതുപോലെ തന്നെ ഗ്രാമ്പൂ, പിന്നെ കുറച്ച് കടുക്, അതിനോടൊപ്പം തന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് നമ്മുടെ കറിവേപ്പിലയും ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അതിലോട്ട് നേരത്തെ എടുത്ത് വെച്ചിട്ട് സവാള നന്നായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തോടെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ഉടച്ചെടുത്തിട്ട് നമ്മൾ ഈ ഒരു ഇതിൽ കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ഉള്ളി സവാള നന്നായിട്ടൊന്ന് വഴണ്ടത് ഈ ഒരു രീതിയിലൊന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമുക്കിത് അതിലോട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉരുളക്കിഴങ്ങ് ചേർക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന പരിപ്പ് ഞാൻ ഇതിനോടകം തന്നെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നല്ലതായിട്ട് വെന്ത് നല്ല ഇതായിട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പരിപ്പും കൂടെ നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം. പരിപ്പ് വേവിക്കുമ്പോൾ നിങ്ങളൊരു ശക്കല ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അങ്ങ് വേവിച്ചാൽ മതി. വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഗ്രേവി എല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുകി ഇതായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങയും ആ ഒരു അരപ്പില്ലേ ആ ഒരു കൂട്ടും കൂടെ നമുക്ക് നന്നായിട്ട് ശകലം വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ട് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് അരച്ചത് നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു കറി നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി രുചിയാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങളത് ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഒരു എന്താ പറയുക, നിങ്ങൾ ഇന്നുവരെ നിങ്ങൾക്ക് രുചിക്കാത്തൊരു കറി എന്ന് പറയില്ലേ, ആ ഒരു ടേസ്റ്റാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളം കൂടെയൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കണം. ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെയൊക്കെ ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടുള്ള നല്ലതായിട്ട് തിളച്ച് കുറുകി ഈ ഒരു പരുവം ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ മാത്രം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതിയേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലിൽ തന്നെ വീണ്ടും കാണാം. കണ്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് അടിപൊളി ഒരു കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.